السلام عليكم ورحمة الله وبركاته. أيها الأحبة مرحبا بكم. أهلا وسهلا. നമ്മൾ ഇന്ന് നഹ്നു അത്ഫാലുൻ സിഗാറുൻ ഞങ്ങൾ ചെറിയ കുട്ടികളാണ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിലെ ഗ്രാമർ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഓരോ വേർഡിൻ്റെയും തുടക്കം നൂനിലാണ്. നഅതി, നത്ലുബു, നുഖവ്വി, നബഗി എന്നെല്ലാമാണ്. ഈ സെൻറ്റൻസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവയെല്ലാം മുലാരിയായ ഫിഅലുകളാണ്. എന്താണ് ഫിഅല് എന്നാൽ? ഫിഅല് എന്നാൽ വെർബ്, പ്രവൃത്തികളാണ്. നാം ചെയ്യുന്ന പ്രവൃത്തി അഥവാ ആക്ഷനാണ് വെർബ് അല്ലെങ്കിൽ ഫിഅല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം മുലാരിയായ സെൻറ്റൻസുകളാണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് മുലാരിയായ സെൻറ്റൻസുകൾ എന്ന് നോക്കാം. അൽ ഫിഅലുൽ മുലാരിയ, ഇത് പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വെർബുകളാണ്. വർത്തമാന ഭാവികാലക്രിയ, ഇപ്പോൾ നടക്കുന്നതും അല്ലെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ ക്രിയയിൽ നമ്മൾ പറയുന്നത്. ഉദാഹരണമായി നടക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ പോകും, നടക്കും എന്നിങ്ങനെയുള്ള ക്രിയകൾ. ഫിഅല് മുലാരിഅയിലെ വേർഡ്സുകളെല്ലാം ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് തുടങ്ങുക. ഹംസ, ത, യ, നൂൻ. സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും ഫിഅല് മുലാരിയയിലെ ആദ്യത്തെ ലെറ്ററിന് മാറ്റം വരുന്നത്. ഹംസ വരുന്നത് എപ്പോഴാണ്? അന സബ്ജക്റ്റായി വരുമ്പോൾ. ത വരുന്നതോ ഹിയ അഥവാ അവൾ സബ്ജക്റ്റായി വരുമ്പോൾ. യ വരുന്നത് ഹുവ അല്ലെങ്കിൽ അവൻ സബ്ജക്റ്റായി വരുമ്പോൾ. നൂനിൽ തുടങ്ങുന്നത് നഹ്നു, ഞങ്ങൾ എന്നത് സബ്ജക്റ്റായി വരുമ്പോഴാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന വേർഡ്സുകളെല്ലാം തുടങ്ങിയിരിക്കുന്നത് നൂനിലാണ്. എന്തുകൊണ്ടാണ്? നഹ്നു, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നത് സബ്ജക്റ്റ് അഥവാ ഫാഇലായി വന്നു. അടുത്ത പേജിലായി നമുക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. നുലാഹിലു സുവറ വനക്തുബു കമാ ഫിൽ മിസാൽ. പിക്ചർ പരിശോധിച്ച് നമുക്ക് ഉദാഹരണത്തിലെ പോലെ എഴുതാം. തന്നിരിക്കുന്ന പിക്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഉദാഹരണമാണ്. അന അൽഗബു, ഞാൻ കളിക്കുന്നു. അന ഞാൻ, അൽഗബു കളിക്കുന്നു. അന സബ്ജക്റ്റായി വന്നപ്പോൾ വേർഡിൻ്റെ ആദ്യത്തെ ലെറ്റർ ഹംസയിൽ തുടങ്ങി. നഹ്നു നൽഗബു, ഞങ്ങൾ കളിക്കുന്നു. നഹ്നു ഞങ്ങൾ, നൽഗബു കളിക്കുന്നു. നഹ്നു സബ്ജക്റ്റായി വന്നപ്പോൾ ഫിഅല് അഥവാ വെർബ് നൂനിൽ തുടങ്ങി. ആദ്യത്തെ ആക്ടിവിറ്റി, ഇവിടെ ക്രിയ അല്ലെങ്കിൽ ഫിഅല് ഇരിക്കുന്നു എന്നതാണ്. ഇവിടെ ഞാൻ ഇരിക്കുന്നു എന്നെഴുതാൻ അന അജ്ലിസു, ഞാൻ ഇരിക്കുന്നു. കുറേ പേരിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നു എന്നെഴുതാൻ നഹ്നു നജ്ലിസു. നഹ്നു ഇവിടെ ഫാഇലും നജ്ലിസു എന്നത് ഫിഅലുമാണ്. അടുത്തത് വായിക്കുന്നു. ഞാൻ വായിക്കുന്നു എന്നെഴുതാൻ അന അഖ്റഉ. അന ഞാൻ, അഖ്റഉ വായിക്കുന്നു. കുറെ കുട്ടികൾ വായിക്കുകയാണ്. ഞങ്ങൾ വായിക്കുന്നു എന്നെഴുതാൻ നഹ്നു നഖ്റഉ, ഞങ്ങൾ വായിക്കുന്നു. അനയും നഹ്നുവും ഇവിടുത്തെ ഫാഇലും നഖ്റഉ അഖ്റഉ എന്നതെല്ലാം ഫിഅലുകളുമാണ്. അടുത്തത് എഴുതുന്നു. ഞാൻ എഴുതുന്നു എന്നെഴുതാൻ അന അക്തുബു, ഞാൻ എഴുതുന്നു. കുറേ കുട്ടികൾ എഴുതുന്നുണ്ട്. ഞങ്ങൾ എഴുതുന്നു എന്നെഴുതാൻ നഹ്നു നക്തുബു, ഞങ്ങൾ എഴുതുന്നു. അന എന്നത് ഫാഇലായി വരുമ്പോൾ, ഞാൻ എന്നത് സബ്ജക്റ്റായി വരുമ്പോഴും, അതുപോലെ നഹ്നു എന്നത് ഫാഇലായി വരുമ്പോഴും, ഞങ്ങൾ എന്നത് സബ്ജക്റ്റായി വരുമ്പോഴും വെർബിന് അഥവാ ഫിഅലിന് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്
നമ്മളിവിടെ പഠിച്ചത്. നിങ്ങളത് ഓർത്തു വയ്ക്കുക. അടുത്തത് മുഫ്രദും ജംഉം പഠിക്കാനാണ്. എന്താണ് മുഫ്രദ്? മുഫ്രദ് സിംഗുലർ ഏകവചനം, ജംഅ് പ്ലൂരൽ ബഹുവചനം. അനീസത്തുൻ അനീസാത്തുൻ, ഹയവാനുൻ ഹയവാനാത്ത്, മൃഗം മൃഗങ്ങൾ. ഹുൽമുൻ ജംഅഹു അഹ്ലാം, സ്വപ്നം സ്വപ്നങ്ങൾ. ഐനുൻ അഅയുൻ, കണ്ണ് കണ്ണുകൾ. മറലുൻ അമ്രാൽ, രോഗം രോഗങ്ങൾ. അടുത്തതായി നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ച പുതിയ വേർഡ്സുകളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കി മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് എക്സാമിനു ശേഷം പഠിക്കാം ഇൻഷാ അല്ലാഹ്. മഅസ്സലാമ. ശുക്രൻ ലക് വജസാക്കുമുല്ലാഹു ഖൈറൻ.